ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസലോ. യോശുവയുടെ കൂടെയാണല്ലോ നമ്മുടെ യാത്ര. തെളിനീരുറവയായി നൽത്തേനരുവിയ മന്ദം മന്ദം ഒഴുകും യോർദാൻ നദി. തെളിനീരുറവയായി നൽത്തേനരുവിയ മന്ദം മന്ദം ഒഴുകും യോർദാൻ നദി. കുത്തിക്കലങ്ങി ചാടി തുള്ളിക്കലങ്ങി മറിഞ്ഞ് വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന യോർദാൻ നദി. കുത്തിക്കലങ്ങി ചാടി തുള്ളിക്കലങ്ങി മറിഞ്ഞ് വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന യോർദാൻ നദി. ഇസ്രായേലിനനുഗ്രഹമായി കൃഷികൾക്കനുയോജ്യമായി. ഇസ്രായേലിനനുഗ്രഹമായി കൃഷികൾക്കനുയോജ്യമായി. ദൈവം നൽകിയ വരദാനം യോർദാൻ നദി. തെളിനീരുറവയായി നൽത്തേനരുവിയ മന്ദം മന്ദം ഒഴുകും യോർദാൻ നദി. മിസ്രയീമിൻ കാഠിന്യത്തിൻ കരളഹസ്തങ്ങൾ തകർത്തെറിഞ്ഞ ഇസ്രായേൽ ജനമെത്തി. മിസ്രയീമിൻ കാഠിന്യത്തിൻ കരളഹസ്തങ്ങൾ തകർത്തെറിഞ്ഞ ഇസ്രായേൽ ജനമെത്തി. യോർദാന്റെ മറുകരയിൽ വാഗ്ദത്ത നാട് നോക്കി കൂടാരമടിച്ചു കാത്തു കിടക്കുന്നു ഗോത്രങ്ങൾ. യോർദാന്റെ മറുകരയിൽ വാഗ്ദത്ത നാട് നോക്കി കൂടാരമടിച്ചു കാത്തു കിടക്കുന്നു ഗോത്രങ്ങൾ. തെളിനീരുറവയാ നൽത്തേനരുവിയ മന്ദം മന്ദം ഒഴുകും യോർദാൻ നദി. യോർദാനെ പിളർന്നു മറുകരയേറണം, വാഗ്ദത്ത മണ്ണിൽ കാഴ്ച വിട്ടേണം. യോർദാനെ പിളർന്നു മറുകരകയറണം, വാഗ്ദത്ത മണ്ണിൽ കാഴ്ച വിട്ടേണം. 40 വർഷ യാത്രാഭാരമൊന്ന് ഇറക്കി വെച്ച ദൈവത്തെ ആരാധിക്കണം. 40 വർഷത്തെ യാത്രാഭാരമൊന്ന് ഇറക്കി വെച്ച ദൈവത്തെ ആരാധിക്കണം. തെളിനീരുറവം തേനരുവിയാൽ മന്ദം മന്ദം ഒഴുകും യോർദാൻ നദി. തെളിനീരുറവയാൽ നൽത്തേനരുവിയാൽ മന്ദം മന്ദം ഒഴുകും യോർദാൻ നദി. യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ 3-ാം അധ്യായം ആരംഭിക്കുന്നത് അനന്തരം യോശുവ എന്നാണ്. അത് യോശുവ അധികാലത്ത് എഴുന്നേറ്റു. അവനും ഇസ്രായേൽ മക്കൾ എല്ലാവരും ശിത്തിമിൽ നിന്ന് പുറപ്പെട്ടു. യോർദാൻ അരികെ വന്നു. മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്നു. ജനത്തോട് കൽപ്പിച്ചതെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ അവരുടെ പിന്നാലെ ചെല്ലണം. എന്നാൽ നിങ്ങൾക്കും അതിനും ഇടയിൽ 2000 മുഴം അകലം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അതിനോട് അടുക്കരുത് എന്ന് പറയാനായിട്ടിടയായി. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് അവർ പിന്നാലെ ചെല്ലുക. പിന്നെ യോശുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. യഹോവ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇടയിൽ നാളെ അതിശയം പ്രവർത്തിക്കും എന്ന് പറയാനായിട്ട് ഇടയായിത്തീർന്നു. പുരോഹിതന്മാരുടെ യോശുവ പറഞ്ഞു, നിങ്ങൾ നിയമപെട്ടകം എടുത്ത് ഇസ്രായേൽ ജനത്തിന് മുമ്പായിട്ട് കടപ്പീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മുമ്പായിട്ട് നിയമപെട്ടകം എടുത്ത് നടന്നു. നമ്മുടെ ഇന്നത്തെ വാക്യം സങ്കീർത്തനങ്ങൾ 93:5. നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ. യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. സങ്കീർത്തനം 93:5. God bless you.